അതിൻ്റെ താടിയിലെ മുറിവ് അത്യാവശ്യം ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതുപോലെയല്ല. അത് കുറച്ച് സൂം ചെയ്ത് കണ്ടപ്പോൾ നല്ല വലിയ മുറിവാന്ന് തോന്നുന്നു, അല്ലേ? കഷ്ടം തോന്നുന്നു. മനുഷ്യനുണ്ടാക്കിയ മുറിവാണോ എന്ന് സംശയിക്കാം. കാരണം ഇത് ഏതെങ്കിലും സ്ഫോടക വസ്തുക്കൾ കടിക്കുകയോ മറ്റോ ചെയ്ത സമയത്തുണ്ടായ മുറിവ് പോലെ ഇരിക്കുന്നു. നേരത്തെയും ഇങ്ങനെ ആനകളുടെ ഭാഗം മുറിഞ്ഞ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. അരുൺ, ഈ ആനയെ എവിടേക്കാണ് കൊണ്ടുപോവുക? ഇന്ന് തന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുമോ അതോ ചികിത്സ മറ്റെവിടെങ്കിലും ആയിരിക്കുമോ? വിജയകുമാർ, ആദ്യം ഇതിന് ആറളത്തെ ചികിത്സാ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും വയനാട്ടിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ നമുക്ക് കാണാം, ഡോക്ടർ എത്തിയ ആ മുറിവ് പരിശോധിക്കുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോഴാണ് കുറച്ച് അടുത്ത് വന്ന് ഈ മുറിവ് കണ്ടത്. അത് അല്പം ഗുരുതരമായ മുറിവാണ്. അത് നല്ല ആഴത്തിലുള്ള മുറിവ് ആ താടിയലിന് ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ACF പറഞ്ഞതുപോലെ തന്നെ അത് ഈ ആന ഇത്രത്തോളം അവശ നിലയിലേക്ക് എത്താനുള്ള കാരണം അത് അല്പം വലിയ മുറിവ് തന്നെയാണ്. പ്രാഥമികമായി എന്തോ ഒരു ചികിത്സയൊക്കെ നടത്തിയിട്ടുണ്ട് ആ മുറിവിലേക്ക്. അരുൺ, ഈ ആന എങ്ങനെ വണ്ടിയിലോട്ട് കയറ്റും? അത് ട്രോളി പോലുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ആശ്മി, ഇവിടെ ഒരു ഇപ്പോൾ അതിനെ ഈ തള്ളി കയറ്റുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കുന്നത്. ഇപ്പോൾ എന്തായാലും ലോറി അല്പം കൂടി, ആ വാഹനം അല്പം കൂടി അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു പ്രാഥമിക ചികിത്സ ആനക്ക് നൽകുന്നുണ്ട്. ആ പരിക്ക് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അത് തടിയിലിനേറ്റ ഗുരുതരമായ പരിക്കാണ്, ആഴത്തിലുള്ള പരിക്കുണ്ട്. അത് അല്പം പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധനയും ചികിത്സയും ഒക്കെ ഇപ്പോൾ നൽകുന്നുണ്ട്. പക്ഷേ അത് പ്രാഥമിക ചികിത്സ മാത്രമാണ്. അതിന് വിദഗ്ധ ചികിത്സ എന്തായാലും ആവശ്യമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പം വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. നമ്മൾ ഇപ്പോഴാണ് അല്പം കൂടി അടുത്തുനിന്ന് ഈ ആനയുടെ മുറിവ് സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ആനയെ കണ്ടത്. അപ്പോൾ അത് അല്പം ആഴത്തിലുള്ള മുറിവാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗുരുതരമായിട്ടുള്ള മുറിവാണ്. ഇനി ഇപ്പോൾ ഈ ആനയെ മയക്കുവെടി കൂടി വച്ചിരിക്കുകയാണ്. അല്പം ഉടൻ ചികിത്സ നൽകേണ്ടതുണ്ട്. ഇത് എത്രത്തോളം സർവൈവ് ചെയ്യുമെന്ന കാര്യത്തിലൊക്കെ നേരത്തെ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ എന്തായാലും പ്രാഥമിക ചികിത്സ ഇവിടെ നൽകിയതിന് ശേഷം മാത്രമേ ഈ ആനയെ ഇവിടുന്ന് കൊണ്ടുപോകൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.